പ്രകാശ് രാജിൻ്റെ പ്രസംഗം ഇപ്രകാരമാണ്. ഇന്ന് ഞാൻ ഉമർ ഖാലിദിനെക്കുറിച്ചല്ല സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഉമർ ആരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ ഞാൻ നടത്തിയ പ്രസംഗം ഇവിടെയും ആവർത്തിക്കുകയാണ്. രാജ്യത്ത് സംഭവിക്കുന്നത് വംശഹത്യക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ്. അവർ മുസ്ലിങ്ങളെ തുടച്ചു നീക്കാൻ ആഗ്രഹിക്കുന്നു. ആദിവാസികളെ, ന്യൂനപക്ഷങ്ങളെ തുടച്ചു നീക്കാൻ ആഗ്രഹിക്കുന്നു. അതാണ് അവരുടെ അജണ്ട. നിയമങ്ങളെക്കുറിച്ചും ചട്ടങ്ങളെക്കുറിച്ചുമൊക്കെ നിങ്ങൾ സംസാരിച്ചേക്കാം, പക്ഷേ അവർക്കതൊന്നും പ്രശ്നമല്ല. അവർക്ക് മനസാക്ഷിയില്ല. ജസ്റ്റിസ് ഡിലൈഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്. വൈകി കിട്ടുന്ന നീതി നിഷേധം തന്നെയാണെന്ന് നാം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നമുക്ക് സ്വന്തമായി പോലീസ് സ്റ്റേഷനുകളുണ്ടായി. പക്ഷേ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിയമവിരുദ്ധവും അഴിമതി നിറഞ്ഞതുമായ പോലീസ് സ്റ്റേഷനുകൾ സൃഷ്ടിച്ചു. സാധാരണക്കാർക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ പോലും ഭയമായിരുന്നു. കുട്ടികൾക്ക് പോലീസിനെ ഭയമായിരുന്നു. കഴിഞ്ഞ 2 പതിറ്റാണ്ട് അല്ലെങ്കിൽ 1.5 പതിറ്റാണ്ട് മുമ്പ് വരെ ഒരു അതിക്രമം നടന്നാൽ നമ്മളെ ആരെങ്കിലും നിശബ്ദമാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരു വാക്ക് കേൾക്കാറുണ്ടായിരുന്നു: കോടതിയിൽ കാണാമെന്ന്. കാരണം കോടതി നമ്മുടെ അവസാനത്തെ പ്രതീക്ഷയായിരുന്നു. കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. കോടതി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമല്ലെന്ന് നമുക്ക് അറിയാമായിരുന്നു. ഭരിക്കുന്ന സർക്കാരിൻ്റെയോ ഒരു മതസ്ഥാപനത്തിൻ്റെയോ ഉടമസ്ഥതയിലുള്ളതല്ലെന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ ഈ വേദിയിൽ നിന്ന് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു: ഇന്ത്യയിലെ കോടതികളെ, ഷെയിം ഓൺ യു. നിങ്ങൾ ഈ നാടിന് നാണക്കേടാണ്. കാരണം നിങ്ങൾ നീതിയോട് ഏറ്റവും വലിയ കുറ്റകൃത്യമാണ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും പോരാടുന്നത് BJP-യോടാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ പോരാടേണ്ടത് RSSനോടാണ്. ഹിറ്റ്ലർ എന്തുകൊണ്ട് പരാജയപ്പെട്ടു, മുസോളിനി എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ഒരു രാഷ്ട്രീയ വിശകലന വിദഗ്ധനുമായി ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം: അവർ പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിച്ചു, അതുകൊണ്ടവർ പരാജയപ്പെട്ടുവെന്നാണ്. ഇവിടെ RSS ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. ഞാൻ പഞ്ചതന്ത്ര കഥ വായിക്കുകയായിരുന്നു. ഒരു കുളവും അതിനുള്ളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഒരു രാക്ഷസനുമുണ്ട്. പക്ഷേ അതിന് മുകളിൽ ഒരു താമരയുണ്ട്. നിങ്ങൾ താമരയുമായാണ് പോരാടുന്നത്. എന്നാൽ ആ താമരയെ നയിക്കുന്ന ആഴത്തിലുള്ള ശക്തിയോട് പോരാടുക. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ 1-2 ആളുകളുടെ പേരുകൾ പോലും അവകാശപ്പെടാനില്ലാത്ത ഒരു സംഘടന രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ അജണ്ട വളരെ വ്യക്തമാണ്: ജനാധിപത്യത്തെ കൊല്ലുക എന്നതാണ്. എല്ലാ സംവിധാനങ്ങളെയും ഇല്ലാതാക്കുക. ഇപ്പോൾ നമ്മൾ ഉണരേണ്ട സമയമാണ്. നമ്മുടെ ശബ്ദം ഉയർത്തുക. ഞങ്ങൾ ഭയപ്പെടുന്നില്ല. ഞങ്ങൾ സത്യം പറയുന്നത് തുടരും. നിങ്ങൾക്ക് ഞങ്ങളോട് 100 തവണ കളവ് പറയാമെങ്കിൽ നമ്മൾ 1000 പ്രാവശ്യം സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാണ് പ്രകാശ് രാജിൻ്റെ ഇംഗ്ലീഷ് പ്രഭാഷണത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.